നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. റഷ്യ ഉക്രൈൻ പോരാട്ടത്തിൽ യൂറോപ്യൻ യൂണിയൻ നാളുകളേറെയായി ഉക്രൈൻ്റെ കൂടെ അവർക്ക് എല്ലാ രീതിയിലും സാമ്പത്തിക സഹായവും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് റഷ്യ ദുർബലമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അമേരിക്കയോടൊപ്പം UK തന്നെയാണ് ഈ രീതിയിലുള്ള സ്ഥിതിഗതികൾ ഉള്ളത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ എക്സിറ്റായി, അതായത് ബ്രിട്ടൻ എക്സിറ്റ് എന്ന ബ്രെക്സിറ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയപ്പോൾ ഇപ്പോഴിതാ ഇമ്മാനുവൽ മാക്രോൺ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഫ്രാൻസിനെ അടർത്തി മാറ്റണം, കാരണം യൂറോപ്യൻ യൂണിയന്റെ നയങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന രീതിയിലേക്ക് ഫ്രാൻസ് നിലപാട് കടുപ്പിക്കുകയാണ്. നമുക്കറിയാം ഗാസയുടെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യം. അവിടെ സാധാരണക്കാർ, പട്ടിണി പാവങ്ങൾ, അവർ വിശന്ന് വലഞ്ഞ് മരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവർ ഉന്മൂലനം ചെയ്യുന്ന വംശഹത്യയാണിപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഫ്രാൻസ് പ്രതികരിച്ചത്. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ ബാക്കിയുള്ള രാജ്യങ്ങൾ കൂടി തയ്യാറാകണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന് മാത്രമല്ല, യൂറോപ്യൻ യൂണിയനും അതുപോലെ ബ്രിട്ടനും ഒന്നും അത്ര സുഖിച്ചിട്ടില്ല. ഇറാൻ ഈ തീരുമാനത്തെ പരിപൂർണമായി സ്വാഗതം ചെയ്യുകയും ഇമ്മാനുവൽ മാക്രോൺ ധീരനായ ഒരു നേതാവാണെന്നും ഫ്രാൻസ് എന്ന രാജ്യത്തോട് ഞങ്ങൾക്ക് എക്കാലത്തും ബഹുമാനമേ ഉള്ളൂ, അവർ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ്. ഇതാണ് ഇപ്പോൾ ഇറാന്റെ പരമോന്നതകാരിയായ അയത്തുള്ള അൽ ഖമനേയി വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം യൂറോപ്പിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ 21ാം നൂറ്റാണ്ടിൽ അത് ഫ്രാൻസ് ആണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ആയുധത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഫ്രാൻസിന് വലിയ രീതിയിലുള്ള ഒരു ശക്തിയുണ്ട്. ഫ്രാൻസിലേക്ക് വലിയ രീതിയിലുള്ള ഭീകരാക്രമണം പലതവണയായി നടക്കുന്നില്ലേ? ഇതിൻ്റെ എല്ലാം ഈറ്റില്ലമെന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളല്ലേ എന്ന് അമേരിക്ക ചോദിക്കുമ്പോൾ അതിന് മറുപടി കൂടി കൊടുക്കുന്നു. ആരാണ് ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ കൃത്യമായി അവരവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി മൂട്ടിക്കൊടുക്കുന്നത്? അത് കൃത്യമായും ട്രംപിനുള്ള ഒളിയമ്പായിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഈ രീതിയിൽ വിചാരിച്ചതേയില്ല. ഇമ്മാനുവൽ മാക്രോൺ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ മലക്കം മറിയുമെന്ന് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളും കരുതിയില്ല. എന്നാൽ ഇറ്റലിയും ഫ്രാൻസുമെല്ലാം ശക്തമായി തന്നെ ഇസ്രയേലിനെ എതിർക്കുകയാണ്. ഇസ്രയേൽ നടത്തിയ ആക്രമണം, ഫലസ്തീനിലേക്ക് ഗാസയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ അവിടെ പള്ളി തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് ഇറ്റലിയും വത്തിക്കാനും തിരിഞ്ഞത്. അതിന് പിന്നീട് വിശദീകരണവുമായി നെതന്യാഹു വന്നിട്ടും അതൊന്നും ഒരു ഫലത്തിലും കണ്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ശക്തമായ സഹകരണത്തിലേക്ക് ഫ്രാൻസും ഇറാനും ചെല്ലുന്നു എന്നത് ഏറ്റവും ഭീതിയോടെ കാണുകയാണ് ഇസ്രയേലും അമേരിക്കയും. കാരണം അവർക്കറിയാം ഫ്രാൻസ് അങ്ങനെ ഒരു കരാറിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് നീങ്ങിയാൽ യൂറോപ്യൻ യൂണിയന്റെ പാതി ശക്തി ചോരും എന്നുള്ളത്. കാരണം യൂറോപ്യൻ യൂണിയന്റെ പാതി ശക്തി ഒരു പരിധിവരെ ഫ്രാൻസിനാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാമല്ലോ. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഇപ്പോഴത്തെ നയം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഈ പറയുന്ന ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെ സഹായിക്കാതെ പിന്മാറി നിൽക്കുക, അമേരിക്ക കാണിക്കുന്ന അത്രയും ആകുലത കാണിക്കാതിരിക്കുക. കാരണം ഫ്രാൻസിനെ പിണക്കിക്കൊണ്ട് യൂറോപ്യൻ യൂണിയന് മുന്നോട്ട് പോകാൻ കഴിയില്ല.